ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോര് കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ എങ്ങനെ മോര് കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ഞാനിവിടെ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ വെള്ളരിക്കയും പിന്നെ ചേമ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചേമ്പ് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഇത്രയും മതി. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇത്രയും പാകത്തിന് വെള്ളം മതി കേട്ടോ. കൂടുതലാവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യമായ ഇനി അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 മുറി നാളികേരമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു പിടി ജീരകം, 1 സ്പൂണ് ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് കൂടെ, ഇത് രണ്ടും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കാറുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മോരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കിയ മോര് തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും കട്ടി. അങ്ങനെ മോര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച നാളികേരത്തിൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏകദേശം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയിൽ തന്നെ കറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇരുന്ന് കുറുകിക്കോളൂ കേട്ടോ മോര് കറി. ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുകും പിന്നെ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1/4 സ്പൂണ് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 4-5 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വറവ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മോര് കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോര് കറി ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.